അതുകൊണ്ട് ഇവിടെ വാനപ്രസ്ഥനിൽ നിന്നും ശരീരബുദ്ധി ശക്തി ഉണ്ടെങ്കിൽ സന്യസിക്കാം. വാനപ്രസ്ഥൻ ഒരു ബ്രഹ്മചര്യത്തിൽ നിന്നും പൂജാതികർമ്മങ്ങളെ ഒക്കെ സമർപ്പിച്ച് സ്വശരീരത്തിലും ഭാര്യാപുത്രാദി ശരീരങ്ങളിലും ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവത്തെ തീർത്തും ഉപേക്ഷിക്കണം. അതൊന്നും സാധ്യമായ കാര്യമല്ല. ഭാര്യ എൻ്റേതല്ലെന്ന് എങ്ങനെ വിചാരിക്കാൻ പറ്റും? ഭർത്താവ് എൻ്റേതല്ലെന്ന് എങ്ങനെ വിചാരിക്കാൻ പറ്റും? പിന്നെ ഈ ബുദ്ധി ഉപേക്ഷിക്കണമെന്ന് എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്? ഇതാണ് ഇവിടെ നടക്കുന്ന ഭാഗവത തത്വ സമീക്ഷ സത്രമാണ്. ഈ തത്വവിചാരം എന്ന് പറയുന്ന ഒന്നിന് ഇവിടെ സ്ഥാനമുണ്ട്. വെറും ഭാഗവത കഥകൾ പറയുകയല്ല. ഇവിടെ വാനപ്രസ്ഥൻ ഒരു 12 അല്ലെങ്കിൽ 8, 4, 2 വർഷം വനത്തിൽ കഴിയുക എന്നൊക്കെ കഴിഞ്ഞു കൂടണമെന്നൊക്കെ പറയുമ്പോൾ തൻ്റെ പൂജാതി കർമ്മങ്ങളെ താൻ ചെയ്യുന്ന പൂജയും കർമ്മങ്ങളും വ്രതങ്ങളുമെല്ലാം അത് സ്വാത്മാവിൽ, തൻ്റെ ആത്മാവിൽ തന്നെ സമർപ്പിച്ച്, തൻ്റെ അന്തരാത്മാവിലുള്ള ഭഗവാനിൽ സമർപ്പിച്ച് സ്വശരീരത്തിലും എൻ്റേതെന്ന എൻ്റെ ഈ ശരീരത്തിലും ഭാര്യയുടെയും പുത്രന്മാരുടെയും ഭർത്താവിൻ്റെയും ഒക്കെ ശരീരങ്ങളിലെന്നും ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവത്തെ തീർത്തും ഉപേക്ഷിക്കണം. സാധ്യമായ കാര്യമേ അല്ല. പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത്? സാധ്യമല്ലാത്തത് എന്തിനു ഉപദേശിക്കണം? എൻ്റെ ഭാര്യ അല്ല എന്ന് വിചാരിക്കാൻ പറ്റുമോ? കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ സമയത്തൊക്കെ ആണെങ്കിൽ ഒരു ഏതാണ്ട് ഒറ്റാല് പോലെയായിരിക്കും ചില ഭർത്താക്കന്മാർ കൂടെ നടക്കുന്നത്. ആരും കാണരുത്, തൊടരുത് എന്നൊക്കെ. ഇതൊക്കെ സ്വാമി എങ്ങനെ ശ്രദ്ധിക്കുന്നു എന്ന് വിചാരിക്കേണ്ടത് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കണ്ടുപോകുന്നതാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഇനി ഇത് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളൊക്കെ തന്നെ പുരുഷ കേന്ദ്രീകൃതമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് ആണ് ഇവിടെ ഈ പറയുന്നത് ഭാര്യ പുത്രാദി ശരീരങ്ങൾ അവിടെ പുരുഷനെ കേന്ദ്രീകരിച്ചാണ് പറയുന്നത്. തിരിച്ച് നമുക്ക് അന്വേഷിച്ചേ പറ്റൂ. ഭർത്താവിനും ഒക്കെ, ഭർത്താവിൻ്റെയും ബന്ധുക്കളുടെയും സ്വന്തം ശരീരത്തിലൊക്കെ ഈ ഒരു അറ്റാച്ച്മെന്റ് വെക്കരുതെന്ന് പറയാൻ അത് സാധ്യമല്ല. അത് ഞാൻ പറയുന്നുണ്ട് അതെങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച്. വാനപ്രസ്ഥനിൽ നിന്നും ശരീരബുദ്ധി ശക്തി ഉണ്ടെങ്കിൽ, ആ ശരീരബുദ്ധി മാറാനുള്ള ശക്തി ഉണ്ടെങ്കിൽ സന്യസിക്കാമെന്ന് പറയാൻ. അപ്പൊ ശരീരമൊഴികെ ബാക്കിയെല്ലാം ഉപേക്ഷിച്ചിട്ട് യാതൊന്നിലും ആഗ്രഹമില്ലാതെ സ്ഥിരമായി ഒരിടത്തും താമസിക്കാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം സന്യാസി. ഒഴുക്ക് വെള്ളം പോലെയാണ്. ആ ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അറ്റാച്ച്മെൻ്റ് ഇടാം. വീട്ടിലായാലും പുറത്തായാലും എവിടെയായാലും ആശ്രമത്തിലായാലും കുറേ കഴിയുമ്പോൾ ബന്ധങ്ങളുണ്ടാവും. ഞാനും ആലുവ ആശ്രമത്തിലേക്ക് ചാർജ് എടുക്കാൻ ഒരു 15 വർഷമോ, ഇപ്പം ഞാൻ അവിടെ നിന്ന് മാറിയിട്ട് വേറെ ആശ്രമത്തിലെ 3 വർഷമായി. ഈ 15 വർഷത്തിന് മുമ്പ് ഞാൻ ആലുവ ആശ്രമത്തിൽ ചാർജ് എടുക്കാൻ വരുമ്പം എൻ്റെ കയ്യിൽ ഒരു സഞ്ചിയിൽ കൊള്ളാവുന്ന സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആശ്രമത്തിൽ നിന്ന് ചുമതല വിട്ട് പോകുമ്പോൾ ഒരു ലോറി കൊള്ളാനുള്ള സാധനങ്ങൾ എൻ്റേതായിട്ടുണ്ടായിരുന്നു. ഇത് എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് നിത്യവും ആവശ്യമില്ല എങ്കിലും ചില സാധനങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചു. ഇപ്പോഴും അങ്ങനെയാണ്. എനിക്ക് ആവശ്യമില്ല, ഡെയിലി ആവശ്യമില്ല, മാസത്തിലും ആഴ്ചകളിലും എനിക്ക് ആവശ്യമില്ലെങ്കിലും ചിലതെല്ലാം ഞാൻ എൻ്റെ മേശപ്പുറത്ത് തൂത്ത് തുടച്ചൊക്കെ അങ്ങനെ വെക്കും. ഒരു കാണുമ്പോൾ ഒരു തൃപ്തി. ആവശ്യമില്ല. ഞാൻ ആലോചിക്കാറുണ്ട് ഇതെടുത്ത് കളഞ്ഞാലോ കൊടുത്താലോ. പക്ഷെ എൻ്റെ മനസ്സ് പതിയെ ഇതിനോട് എന്തോ ഒരു അറ്റാച്ച്മെന്റ്. അത് അവിടെ ഇരിക്കട്ടെ, ഒരു സുഖം. നമ്മൾ പുതിയ ലുലുവിൽ പോയി പുതിയ സാധനങ്ങൾ മേടിക്കുന്ന പോലെയാണ്. അത് ഷോപ്പിംഗ് മാനിയ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു അസുഖമാണ് ഷോപ്പിംഗ് മാനിയ. പുതിയത് വാങ്ങിക്കുക എന്നുള്ളൊരു മാനിയ, ഒരു അസുഖം. എന്നിട്ട് എന്ത് ചെയ്യും? പുതിയത് അവിടെ വെക്കും. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ അമ്മമ്മ ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ ഈ വാഴയിലയുടെ ആ പോളയ്ക്കകത്ത് വെറ്റില പഴുക്കാതെ ഇരിക്കാൻ വേണ്ടി വെക്കും. അപ്പം എന്റെയൊക്കെ പറയട്ടെ, വാഴയുടെ ആ പോളയ്ക്കകത്ത് കൊണ്ട് വയ്ക്കാൻ പറയും. ആ മുറുക്കുന്ന ശീലമുണ്ട്, അത് ഞാൻ അതിനകത്ത് കൊണ്ട് വയ്ക്കും. അപ്പം പിറ്റേ ദിവസം പറയും ഒരു വെറ്റില എടുത്തുണ്ട്, പഴുത്തത് നോക്കി എടുത്തുകൊണ്ട് വരൂ എന്നാണ് പറയുന്നത്. പഴുത്ത വെറ്റില എടുത്ത് ചവച്ച് തിന്നും. പിറ്റേ ദിവസം പഴുത്ത, ഒരിക്കൽ പോലും പച്ച വെറ്റില തിന്നില്ല. എന്നാൽ പിറ്റേ ദിവസം പച്ച തിന്നാം. പിറ്റേ ദിവസം വാങ്ങിയാൽ പോലെയെന്നല്ല, പഴുത്തത് തിന്നും. അപ്പൊ പുതിയത് പച്ച അവിടെ വെച്ചിരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് നമുക്ക് ആവശ്യമില്ലെങ്കിലും അതൊക്കെ അലമാരിലിരിക്കണമെന്ന് കാണാം. നല്ല സംതൃപ്തിയാണ്. ഇത്തരം അറ്റാച്ച്മെന്റുകളുണ്ടല്ലോ, ഈ ആവശ്യമില്ലെങ്കിലും നമ്മൾ വച്ചു പുലർത്തുന്ന, അതൊരു ഭീകരമായ കുഴപ്പമാണ്. അതാണ് ഈ ഭാഗവതം പഠിപ്പിക്കുന്ന ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സംസക്തി ഇല്ലാതാക്കുന്നത്. അതെങ്ങനെ സാധിക്കുമെന്നുള്ളതാണ്. അതാണ് ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഭാര്യ എൻ്റേതല്ല എന്നും പറഞ്ഞ് ജീവിക്കുകയൊന്നും വേണ്ട. ഭാര്യ നിങ്ങളുടേതാണെന്ന് പറഞ്ഞ് തന്നെ നിങ്ങൾ ജീവിക്കുക. അത്രയേറെ അവരെ സ്നേഹിക്കുക. ഭർത്താവ് നിങ്ങളുടേതായിരിക്കണം. അളവറ്റ സ്നേഹം അദ്ദേഹത്തിന് കൊടുക്കുക, സംരക്ഷിക്കുക.
ഒക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ സ്നേഹം അവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ ആർക്കൊണ്ട മക്കൾക്ക് ആവോളം കൊടുക്കുക. എങ്കിൽ മാത്രമേ ആ സ്നേഹത്തിന്റെ കരുത്തിൽ ചൂടിൽ നല്ല മക്കളായി അവർ വളർന്നു വരികയുള്ളൂ. പക്ഷേ എന്താ ചെയ്യേണ്ടത്? ഭാഗവതം നിർദ്ദേശിക്കുന്നൊരു കാര്യം, നിങ്ങൾ അതെല്ലാം ചെയ്തുകൊള്ളൂ, പക്ഷേ ഇതൊക്കെ നൈമിഷികമാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഇതൊക്കെ ഇത് നൈമിഷികമാണ് എന്നുവെച്ചാൽ ഇത് സ്ഥിരമല്ല എന്ന് വിചാരിച്ചു കൊള്ളുക. ഒന്നും സ്ഥിരമല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലല്ല. ചിലപ്പോൾ നമുക്ക് 2 ദിവസമായി പുറത്തൊരു വേദന, 2-3 ദിവസം നിൽക്കുന്നു, ചെന്ന് നോക്കുമ്പോൾ മറ്റെന്തോ സീരിയസ് ആയൊരു അസുഖമാണെങ്കിൽ തീർന്നു നമ്മുടെ ജീവിതം. ഒരു സ്ഥലത്തും യാതൊരു തരത്തിലുള്ള സുരക്ഷയുമില്ല, ഒരു ഗ്യാരണ്ടിയുമില്ല. അത് ജോസ് ആലൂക്കാസ് തരുമായിരിക്കും, ജോയി ആലൂക്കാസ് ഒക്കെ തരും ഗ്യാരണ്ടിയൊക്കെ 100%. പക്ഷെ നിങ്ങൾ വാങ്ങിച്ച് 2 ആഴ്ച കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വില കുറവാണ്, പണിക്കൂലി കുറവ്, നടപ്പ് കൂലി കുറവ്, അങ്ങനെ 1000 കുറവുകൾ അവർ പറയും. എന്നാൽ നമ്മൾ അതിനോടുള്ള അറ്റാച്ച്മെന്റ് വിടാതിരിക്കൂ. അവര് പിന്നെ ജ്യോതിഷന്മാരെല്ലാം കൂടെ ഏതോ ഒരു പ്രത്യേക ദിവസം, പേര് ഞാൻ മറന്നു, ഒരു പ്രത്യേക ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അന്ന് നിങ്ങളെല്ലാം കൂടെ ഈ ഉണക്കമീൻ്റെ പുറത്ത് ഈച്ച പൊതിയുന്ന പോലെ നേരെ സ്വർണ്ണക്കടയിൽ പോകും. എന്നിട്ട് നിങ്ങൾക്കല്ല ഐശ്വര്യം ഉണ്ടാണ്, അവർക്കാണ് ഐശ്വര്യം. അതുപോലും നമ്മൾ അറിയുന്നില്ല. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നതാണ്. അപ്പൊ ഇത്തരം അറ്റാച്ച്മെന്റുകളിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. ഇപ്പൊ നമ്മുടെ അവസ്ഥ ഇതാണ്, അതിൽ തൃപ്തനായിരിക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പൊ നമ്മുടെ അവസ്ഥ ഇതാണ്. ഇവിടെ ഇങ്ങനെ രാമകൃഷ്ണദേവന്റെ പത്നിയായിട്ടുള്ള ശാരദാംബ പറയും, നമ്മൾ എവിടെയാണോ എങ്ങനെയാണോ ജീവിക്കുന്നത് അവിടെ അങ്ങനെ ജീവിക്കുക. നമ്മൾ ഏതൊരു സന്ദർഭത്തിൽ ഏതൊരാളടുത്ത് എങ്ങനെ ജീവിക്കേണ്ടി വരുന്നു അവിടെ സംതൃപ്തരായിട്ട് ജീവിക്കുക എന്ന് പറയുക.